ഒരു ബ്രേക്കപ്പിന് ശേഷം മദ്യപാനത്തിന് അടിമയെ മാറിയ വ്യക്തിയാണ് ആനന്ദ്. അവൻ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ദിവ്യ എന്ന പെൺകുട്ടി വിവാഹം കഴിക്കുന്നു. ദിവ്യക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നുവെങ്കിലും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ദിവ്യ ഗർഭിണിയാകുന്നു. ഒടുവിൽ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. പക്ഷേ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ ഉടനെ ദിവ്യ പറയുന്നത് ഇത് തന്റെ കുഞ്ഞല്ല എന്നാണ്. ആദ്യം ആരും അവളുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ ആനന്ദ് സംശയത്തെ തുടർന്ന് DNA ടെസ്റ്റ് നടത്തുന്നു. ടെസ്റ്റിൽ തെളിയുന്നത് ആ കുഞ്ഞ് അവരുടേതല്ല എന്നാണ്. അതിനുശേഷം പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷണത്തിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടെന്ന് കണ്ടെത്തുന്നു. ഒരു വൃദ്ധ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ച് മറ്റുള്ളവർക്ക് കൈമാറുന്നുണ്ടായിരുന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിന്റെ പിന്നിൽ രാജേന്ദ്രൻ എന്ന ആളും അതിനു മുകളിലായി മുഴുവൻ പദ്ധതി ഒരുക്കിയത് വരദരാജൻ എന്ന ആളുമാണെന്ന് മനസ്സിലാക്കുന്നു. വരദരാജൻ ഒരു സോഫ്റ്റ്വെയർ വഴി എല്ലാ ഹോസ്പിറ്റലുകളിലെയും ഡെലിവറി വിവരങ്ങൾ കണ്ടുപിടിക്കുന്നു. ഒരു പ്രത്യേക ദിവസം പ്രത്യേക സമയത്ത് ജനിക്കുന്ന കുഞ്ഞിന് നല്ല ജാതകമുണ്ടെന്ന് വിശ്വസിച്ച വിദേശ ദമ്പതികൾക്ക് കുഞ്ഞിനെ വേണമെന്നായിരുന്നു. ആ സമയത്ത് ജനിച്ച കുട്ടികളിൽ ഏറ്റവും അനുയോജ്യമായത് ആനന്ദിന്റെയും ദിവ്യയുടെയും കുഞ്ഞായിരുന്നു. അതിനാൽ ആശുപത്രിയിലെ ഒരു നഴ്സിന്റെ സഹായത്തോടെ അവരുടെ കുഞ്ഞിനെ മാറ്റി മറ്റൊരു കുഞ്ഞിനെ അവിടെ വെക്കുന്നു. ഒടുവിൽ അന്വേഷണത്തിലൂടെ ആനന്ദ് സത്യത്തിലെത്തുന്നു. ഒരു ക്ഷേത്രത്തിൽ ദിവ്യക്ക് തന്റെ കുഞ്ഞ് വിദേശ ദമ്പതികളുടെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിയുന്നു. ആനന്ദ് അവരെ തടഞ്ഞ് വലിയ പോരാട്ടത്തിനൊടുവിൽ തന്റെ കുഞ്ഞിനെ തിരികെ രക്ഷിക്കുന്നു. പിന്നീട് വരദരാജൻ തന്റെ കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്കൊടുവിൽ ആനന്ദിനും ദിവ്യയ്ക്കും അവരുടെ യഥാർത്ഥ കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും സന്തോഷകരമായ ജീവിതത്തിലേക്ക് മടങ്ങുന്നു.